വെൽക്കം ടു ഉസ്താദ ഫോർ UGC നെറ്റ് അറബിക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷിഅറുൽ ജാഹിലിയെ പറ്റിയാണ്. അഥവാ നമ്മുടെ സിലബസിലെ തന്നെ യൂണിറ്റ് 1-ലെ പാർട്ട് 2 എന്ന് പറയാൻ പറ്റും. നമുക്ക് ശരിക്കും സിലബസിൽ ഷിഅറുൽ ജാഹിലി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഒന്നുമില്ല. നമുക്ക് അസ്ലുൽ ലുഗത്തുൽ അറബിയ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇമ്രിയുൽ ഖൈസും അത്തരത്തിലൊരു 4 കവികളെ പറ്റിയാണ് നമുക്ക് പ്രധാനമായും ജാഹിലി കാലഘട്ടത്തിൽ പഠിക്കാനുള്ളത്. എന്നാൽ ഈ കവികളെ പറ്റി പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജാഹിലി കാലഘട്ടത്തിലെ കവിതകളെ കുറിച്ച് പഠിച്ചു വെക്കല് നിർബന്ധമാണ്. മിക്കവാറും പരീക്ഷകളിൽ ചോദ്യങ്ങൾ ഒട്ടനവധി ഈ ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. ആ ഒരു ജാഹിലി കാലഘട്ടത്തിലെ കവിതയുടെ രീതിയെ പറ്റിയൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഷിഅറുൽ ജാഹിലി അഥവാ ജാഹിലി കാലഘട്ടത്തിലെ കവിതകൾ. എന്താണ് എന്ന് നോക്കാം. അശ്ശിഅർ ഹുവൽ കലാമുൽ മൗസൂൻ അൽ മഖ്ഫി. കവിത എന്ന് പറയുന്നത് അതെന്താണ്? ഹുവ കലാമുൽ മൗസൂനുൽ മഖ്ഫി. എന്താണ് ഇത്? ഹസൻ സയ്യാത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മൗസൂനുൽ മുഖഫ എന്നുള്ളത്. നമ്മൾ പണ്ട് മുതലേ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മുതലേ ഷിഅറിന് കൊടുക്കുന്ന ഒരു താരീഫാണിത്. ഷിഅർ ഹുവ കലാമുൽ മൗസൂനുൽ മുഖഫ എന്നുള്ളത്. എന്താണ്? വസനും അതുപോലെ പ്രാസവും ഒക്കെ ഒപ്പിച്ചു പറയുന്ന കലാമുകൾക്ക്, സംസാരങ്ങൾക്കാണ് കവിത എന്ന് പറയുന്നത്. ബദലുഹു ഫി ഷിഅർ മുഹൽഹൽ ഇബ്നു റബിയ വ ഇമ്രിയുൽ ഖൈസ്. ഈ ഒരു ജാഹിലി കാലഘട്ടത്തിലെ കവിതയുടെ ആരംഭം എന്ന് പറയുന്നത് മുഹൽഹൽ ഇബ്നു റബിയയെ കൊണ്ടാണ്. ഇമ്രിയുൽ ഖൈസ് ഒക്കെയാണ് അതിനെ എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അവ്വലു മൻ ഖസദൽ ഖസായിദ് ഹുവ അൽ മുഹൽഹൽ. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആദ്യമായി ഖസീദ രചിക്കുന്നത് മുഹൽഹൽ ഇബ്ൻ റബിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇബ്നു റഷീഖ് അദ്ദേഹത്തിന്റെ അന്തയില് ഇത് പറയുന്നുണ്ട്. ഇനി ഏറ്റവും പഴക്കം ചെന്ന ബഹർ അഖ്ദമു ഔസാനു ഷിഅർ എന്ന് പറയുന്നത് റജിസ് ആണ്. റജിസ് ബഹറിനെയാണ് ഏറ്റവും പഴക്കം ചെന്ന ബഹറായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ബഹറുൽ ഹിമാർ എന്നൊക്കെ അല്ലെങ്കിൽ ഹിമാറു ഷുഅറാ എന്നൊക്കെ റജിസിന് പേര് വിളിക്കുന്നുണ്ട്. കാരണം ഏറ്റവും പഴക്കം ചെന്ന ഒരു ബഹറാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കവിത എഴുതുന്ന ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തില് കവിത എഴുതാൻ പറ്റുന്ന തരത്തില് ഏതൊരു തരത്തിലേക്കും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ബഹറാണ് റജിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പോയിന്റ് ഓർത്തു വെക്കുക. അഖ്ദമു ഔസാനു ഷിഅറു ആണ്. അതുപോലെ തന്നെ ഹിമാറു ഷുഅറാ എന്ന ഒരു പേരും ഈ ഒരു റജിസ് ബഹറിനുണ്ട്. ഇനി ഷിഅർ എന്ന പദം എന്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഷീർ എന്ന വാക്കിൽ നിന്നാണ് ഷിഅർ എന്ന പദം ഉത്ഭവിക്കുന്നത്. ഷീർ എന്ന വാക്ക് ഏതിൽ നിന്നാണ്? അബിരിയ ഹിബ്രു ഭാഷയിൽ നിന്നാണ്. നമ്മുടെ ഷീർ എന്ന ഹിബ്രു ഭാഷയിലെ ഷീർ എന്ന പദത്തിൽ നിന്നാണ് അറബി ഭാഷയിലേക്ക് ഷിഅർ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ബിമാന എന്താണ് അതിന്റെ ആശയം? തർത്തീലത്തുൻ അവി തസ്ബീഹത്തുൻ. തർത്തീല അഥവാ എല്ലാം ഒത്ത് ഓതുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഓതുന്നത്. അവി തസ്ബീഹ ഏറ്റവും നല്ല രീതിയിൽ ഓതുന്നത് എന്നൊക്കെ ആശയം വരുന്ന തരത്തിലാണ് ഷീർ എന്ന വാക്ക് ഹിബ്രുവിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ആ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് അറബിയിലേക്ക് ഷിഅർ എന്ന പദം വരുന്നത്. ഇനി അൻവാഉ ഷിഅറി സലാസ. ജാഹിലി കാലഘട്ടത്തിലെ ഷിഅർ 3 ഇനങ്ങളിലായിരുന്നു. ഷിഅറുൻ ഗന്നായി ഔ വിജ്ദാനി. ഗന്നായി അല്ലെങ്കിൽ വിജ്ദാനി എന്നറിയപ്പെടുന്ന ഇമോഷണൽ ആയിട്ടുള്ള കവിതകൾ. ഷിഅറുൻ ഖിസ്വസി കഥാരൂപത്തിലുള്ള കവിതകൾ. ഷിഅറു തംസീലി. ഈ 3 ടൈപ്പാണ് നമ്മുടെ ജാഹിലി കാലഘട്ടത്തിലെ കവിതകള് വരുന്നത്. ഷിഅറുൻ ഗന്നായി ഔ വിജ്ദാനി. ഇനി എന്താണ് ഷിഅറുൻ ഗന്നായി ഔ വിജ്ദാനി എന്നുകൊണ്ട് പറയുന്നത്? ഹുവ യസ്തമിദു ഷാഇറൻ തബിഇഹി വയൻഖിലു അൻ ഖൽബിഹി വയുഅബ്ബിറു അൻ ശുഊരിഹി. എന്താണ്? കവി ഇവിടെ എന്താണ്? യസ്തമിദു അവലംബിക്കുന്നു. ഷാഇർ കവി അവലംബിക്കുന്നു. എന്ത്? മിൻ തബഇഹി തന്റെ പ്രകൃതിയെ അവലംബിക്കുന്നു. വയുൻഖിലു അൻ ഖൽബിഹി എന്നിട്ട് അതിനെ ഹൃദയത്തിൽ നിന്നും ആവിഷ്കരിക്കുന്നു. വയുഅബ്ബിറു അൻ ശുഊരിഹി തന്റെ വികാരങ്ങളെയൊക്കെ അല്ലെങ്കിൽ തന്റെ
ഇമോഷൻസിനെ ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പുള്ള കവിതകളെയാണ് ഷിയറുൻ ഗന്നായി അല്ലെങ്കിൽ വിജ്ദാനി എന്ന് പറയുന്നത്. ഇനി ഷിയറുൻ ഖിസസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ നളമുൽ വഖാഇൽ ഹർബിയ വൽ മഫാഖിറുൽ ഖൗമിയ ഫീ ശക്ലി ഖിസ്സ. അതെന്താണ്? ഹുവ നളമു, അത് സംഭവങ്ങളെ പറ്റി രചിക്കലാണ്. എങ്ങനെയുള്ള സംഭവങ്ങൾ? ഹർബി ആയിട്ടുള്ള അഥവാ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, മഫാഹിറു കൗമിയ, ഗോത്രപരമായിട്ടുള്ള ഫഹറുകള്, ഫി ശക്ലി ഖിസ്സ, എന്ത്, ഒരു കഥയുടെ രൂപത്തിൽ എഴുതുന്ന ടൈപ്പ് കവിതകളാണ് ഷിയറുൻ ഖിസസി എന്ന് പറയുന്നത്. ഇനി ഷിയറു തംസീലി എന്ന് പറഞ്ഞാലോ? ഹുവ ഷാഇർ, അവിടെ കവി അവലംബിക്കുന്നു ഇലാ വാഖിഅത്തിൻ, ഒരു സംഭവത്തെ, ഫയതസവ്വറുൽ അഷ്ഖാസ്, എന്നിട്ടോ അതില് കുറച്ച് ആളുകളെ കൊണ്ടുവരുന്നു, അല്ലദീന ജറത് അലാ ഐദീഹിം വയന്തിഖു കുല്ല മിൻഹും ബിമാ യുനാസിബു മിനൽ അഖ്വാൽ. എന്താണ്? കവി ഒരു സംഭവത്തെ നമുക്ക് പറഞ്ഞു തരാണ്, കുറച്ച് ആളുകളെ അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു, എന്നിട്ട് ഇവരെല്ലാവരും കൂടിയുള്ള ഒരു സംഭവത്തെ ആ കവിതയിലൂടെ ചിത്രീകരിക്കുന്നു. ഇതാണ് ഷിയറു തംസീലി കൊണ്ട് ഉദ്ദേശം. ഒരു സംഭവത്തെ കൊണ്ടുവരുന്നു, ആ സംഭവത്തിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് ഇത് ഒരു എന്താണ് പിക്ചറൈസ് ചെയ്തുകൊണ്ട് കവിത എഴുതുന്നു. ഇതാണ് ഷിയറു തംസീലി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മിൻ ഹസായിസ് ഷിയറുൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകത എന്തായിരുന്നു? അസ്വിദുഖു ഫി തസ്വീരിൽ ആതിഫ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ 2-3 പോയിന്റ്സ് കൊടുത്തിട്ട് ഏത് കാലഘട്ടത്തിലെ കവിതയെ പറ്റിയാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതയിൽ പെടാത്തത് എന്നൊക്കെയുള്ള തരത്തിലെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ജാഹിലി കാലഘട്ടത്തിലെ കവിതയുടെ പ്രത്യേകതകൾ. സ്വിദുഖു ഫി തസ്വീരിൽ ആതിഫ, എന്താണ്? സത്യസന്ധമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ചിത്രീകരണമാണ് എന്തിന്റെ? ഇമോഷൻസിന്റെ. വ തംസീലു ത്വബിഇയ്യ, പ്രകൃതിയെ ചിത്രീകരിക്കുന്നതില്. അൽ ഈജാസ്, ഈജാസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ചുരുക്കി പറയാം, അഥവാ ഒരുപാട് ആശയങ്ങളെ എന്താണ് വാക്കുകള് ചുരുക്കി പറയാം. കുറച്ച് വാക്കുകളേ ഉള്ളൂ എങ്കിലും അതിൽ വിശാലമായ അർത്ഥങ്ങള് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാകും. വഖില്ലുൽ മജാസ്, അതുപോലെ തന്നെ മജാസ് അതില് കുറവായിരിക്കും, അഥവാ അതിശയോക്തി കുറവായിരിക്കും. വനദറ തൽ മുബാലഗ, എന്താണ് അതിര് കവിച്ചലുമൊക്കെ അതില് കുറവായിരിക്കും. അപ്പോ സത്യസന്ധമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും, സത്യസന്ധമായിട്ട് തന്നെ അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ അവര് ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ ഈജാസ് വളരെ ചുരുങ്ങിയ വരികളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാലോ അതിശയോക്തികളൊക്കെ കുറവായിരിക്കും. ലാ യകാദു ഷാഇർ യമുറു ബി മക്കാനിൻ ഹത്താ യദ്കുറു അഹ്ദൻ ഖലാഹു ഫീഹി. എന്താണ്? ഒരു കവി ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ എന്താണ് കവി ഏറ്റവും ആ ഒരു സ്ഥലത്തെ പോലും ഏറ്റവും സുന്ദരമായി ഓർക്കുകയും വർണ്ണിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കാണുന്ന ഓരോ സ്ഥലങ്ങളെ പോലും അദ്ദേഹം കവിതകളിൽ ഉൾപ്പെടുത്തുമായിരുന്നു. ജാഹിലി കാലഘട്ടത്തിലെ ഷായിറുകള്. അബു അമ്രുബ്നുൽ അലാ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മാ ഇൻതഹാ ഇലൈക്കും മിമ്മാ ഖാലത്തൽ അറബ് ഇല്ലാ അഖില്ല വലൗ ജാഅകും വഫറൻ ലജാഅകും ഇൽമിൻ വശിഅരിൻ കസീറ. എന്താണ്? നിങ്ങളിലേക്ക് അറബികളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ആശയമാണ് എത്തിയിട്ടുള്ളത്, അഥവാ നമ്മിലേക്ക് അറബികളിൽ നിന്നും വളരെ കുറച്ച് ആശയങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. കൂടുതൽ ചരിത്രം നമ്മളിലേക്ക് എത്തുമായിരുന്നുവെങ്കിൽ വലൗ ജാഅകും വാഫിറൻ, എന്താണ് നമ്മളിലേക്ക് കൂടുതൽ ആശയങ്ങൾ ചരിത്രം എത്തുമായിരുന്നുവെങ്കിൽ എന്താണ് ലജാഅകും ഇൽമി വശിഅരി കസീറ, നിങ്ങളിലേക്ക് കൂടുതൽ അറിവും കവിതയും ഒക്കെ നിങ്ങളിലേക്ക് എത്തുമായിരുന്നു. അഥവാ അദ്ദേഹം പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ജാഹിലി കാലഘട്ടത്തിനെ സംബന്ധിച്ച് നമ്മിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അവരെ പറ്റി അറിയാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതിലധികം കിട്ടിയിരുന്നുവെങ്കിൽ കൂടുതൽ അറിവുകളിലേക്കും കൂടുതൽ ഭാഷാ സാഹിത്യവുമൊക്കെ നമുക്ക് അവരിലൂടെ ലഭിക്കുമായിരുന്നു എന്നാണ് അബു അമ്രുബ്നുൽ അലാ പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളെ ഒന്ന് ഓർത്തു വെക്കുക. അബു അമ്രുബ്നുൽ അലാന്റെ സ്റ്റേറ്റ്മെന്റ് ആണത്. ജാഹിലി. ഇനി ജാഹിലി കാലഘട്ടത്തിലെ കവിതയുടെ എന്താണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
അൽ ഫഹ്ർ, എന്തൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർ കവിത എഴുതിയിരുന്നത്? ഫഹ്റിന് വേണ്ടി. വൽ വസ്ഫ് വൽ ഗസ്ൽ വൽ മദ്ഹ് വൽ റസാഉ വൽ ഹജാഉ വൽ ഹംർ വൽ സുഹദ്. ഇത് ഹന്ന ഫാഹൂരിയുടേതാണ്. ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം ഷിയറുൽ ജാഹിലിയിലെ അഗ്റാളുകളില് പെടാത്തത് ഏതാണ്, പെട്ടത് ഏതാണ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. പിന്നെയും കാല അബു അമ്രുബ്നുൽ അല, അബു അമ്രുബ്നുൽ അല തന്നെ വീണ്ടും പറയാണ് മാ ഇൻതഹാ ഇലൈക്കും മിമ്മ കാലത്തൽ അറബ് ഇല്ല അഖില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ അത്. കാല അബു ഹിലാലുൽ അസ്കരി, ഇനി അബു ഹിലാലുൽ അസ്കരിയുടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം പറയാണ് ലാ താരിഫു അൻസാബുൽ അറബി വ തവാരീഖിഹ വ അയ്യാമിഹ വ വഫാത്തിഹ ഇല്ലാ മിൻ ജുംലത്തി അശ്ആരിഹ. ഇതും ഹന്ന ഫാഹൂരിയിൽ വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? നമ്മളിലേക്ക് ഒന്നും തന്നെ എത്തിയിട്ടില്ല. ലാ താരിഫു അൻസാബുൽ അറബി, നമ്മളിലേക്ക് നമുക്ക് എന്താണ് ഒരു അൻസാബുൽ അറബും അറബികളുടെ പരമ്പരകളൊന്നും നമ്മൾ അറിയുന്നില്ല. വ തവാരീഹിഹ, അവരുടെ ചരിത്രങ്ങളും, വ അയ്യാമിഹ, അവരുടെ യുദ്ധങ്ങളും, വ വഫാത്തിഹ, അവരിലെ മരണങ്ങളും, ഇല്ലാ മിൻ ജുംലത്തി അശ്ആരിഹ, അവരുടെ കവിതയിലൂടെയല്ലാതെ നമുക്ക് ഒന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല. അത് ആര് പറഞ്ഞതാണ്? അബു ഹിലാലുൽ അസ്കരിയുടേതാണ്. കാല ജാഹിൽ, ഇനി ജാഹിലിന്റെ കാര്യം പറയുകയാണെങ്കിലോ, ജാഹിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവ്വലു മൻ നഹജ സബീലുഹു വസഹ്ലു ത്വരീഖ ഇലൈഹി ഇംറിയുൽ ഖൈസ് ഇബ്നു ഹജർ വ മുഹൽഹൽ ഇബ്ൻ റബിയ. കവിതയെ എന്താണ് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ വഴിയൊക്കെ വെട്ടിത്തെളിച്ച് എളുപ്പമായ ഒരു രീതിയിലേക്ക് കവിതയെ മാറ്റിയെടുത്തത് ആരാണ്? ഇംറിയുൽ ഖൈസും മുഹൽഹൽ ഇബ്നു റബിയയുമാണ്. അത് ജാഹിൽ പറയുന്നതാണ്. എന്താണ്? അവ്വലുമൻ നഹജ സബീല, ആദ്യമായി വഴി തെളിച്ചത്, വസഹ്ലു ത്വരീഖ്, വഴി എളുപ്പമാക്കിയത് നമ്മിലേക്ക് ഇംറിയുൽ ഖൈസും വ മുഹൽഹൽ ഇബ്നു റബിയയുമാണ്. നമുക്കൊരു കവിതയൊക്കെ എല്ലാവർക്കും പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തത്. അസ്ഹു ഷിഅറുൽ ഖദീം റിവായത്തുൻ വ അസ്ദഖഹു തംസീല അല്ലദീ ജംഅഹ അബൂ സഈദ് അൽ ഖുറശി ഫി കിതാബിഹി ജംഹറത്തു അശ്ആറുൽ അറബ്. എന്താണ്? നമ്മൾ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശരിയായത്, ജാഹിലി കാലഘട്ടത്തിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ശരിയായത് എന്ന് പറയുന്നത് അബൂ സഈദുൽ ഖുറശിയുടെ ജംഹറത്തു അശ്ആറുൽ അറബ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരു പുസ്തകത്തിന്റെ പേരും രചയിതാവും ജംഹറത്തു അശ്ആറുൽ അറബ് ആരുടേതാണ്? അബൂ സഈദ് അൽ ഖുറശിയുടേതാണ്. ഇതാണ് നമ്മൾ ജാഹിലി കാലഘട്ടത്തിലെ കാര്യങ്ങളുടെ ഒക്കെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇനി മുഅല്ലഖാത്തുകളെ പറ്റി പറയാണ്. മുഅല്ലഖാത്ത്, അവൽ മുദ്ഹബാത്ത്, അവൽ സമൂത്ത്, ഇങ്ങനെ 3 പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇഖ്തലഫ റുവാത്ത് ഫി അദദിൽ മുഅല്ലഖാത്ത്, മുഅല്ലഖാത്തുകളുടെ എണ്ണത്തില് എന്താണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 7 ആണെന്ന് പറഞ്ഞവരുണ്ട്, 10 എണ്ണമാണ് എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അതിലധികവും 7 എണ്ണമാണ് അഥവാ സബ്ഉൽ മുഅല്ലഖാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അബൂ സഈദ് അൽ ഖുറശി യജ്അലുഹുമ സമാനിയ. ഇനി അബൂ സഈദ് അൽ ഖുറശി അതിനെ എന്താക്കുന്നു? അദ്ദേഹം പറയുന്നത് സമാനിയ, അത് 8 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഫ ഇലൈഹിമിൽ അഅശ, ഈ നമ്മൾ പൊതുവെ പഠിക്കുന്ന 7 മുഅല്ലഖാത്തുകളുടെ അസ്ഹാബുകൾക്കൊപ്പം അഅശയെ കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ട് 8 പേരാണ് മുഅല്ലഖാത്തിന്റെ ആളുകൾ എന്നാണ് അബൂ സഈദ് അൽ ഖുറശി പറയുന്നത്. വമിൻഹും യഅദ്ദൂനഹും ഇലാ അശ്റ, ഇനി ചില ആളുകൾ പറയുന്നത് അത് 10 എണ്ണം ഉണ്ട് എന്നാണ്. വഅലാഫു, എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? നാബിയ, അഅശ, ഉബൈദ് ഇബ്നുൽ അബ്റസ്, ഈ 3 ആളുകളെ കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ മുഅല്ലഖാത്തിന്റെ ആളുകൾ 10 പേരാണ് എന്ന് പറയുന്നവരുമുണ്ട്. അവലുമൻ ജമാൽ മുഅല്ലഖാത്ത് ഹുവ ഹമ്മാദ് റാവിയ അൽ കൂഫി. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഹമ്മാദ് റാവിയയാണ് അസ്റുൽ അബ്ബാസിയില് നമ്മുടെ മുഅല്ലഖാത്തുകളെ എന്ത് ചെയ്യുന്നത്? ജംഅ ചെയ്യുന്നത്. വാതുലഖുഹു ഇസ്മുൽ മുഅല്ലഖാത്ത്, അദ്ദേഹമാണ് ഇതിനെ മുഅല്ലഖാത്ത് എന്ന പേര് വിളിക്കുന്ന ആളും. യസ്അമു ജുംഹൂറുൽ മുഅർരിഖീൻ അന്നൽ അറബ് ഇഖ്താറഹ ഫകതബതഹ ബിമാ ഇദ്ദഹബ അലാ കുബ്ബാത്തി. എന്താണ്? ഉറപ്പിച്ച് പറയുന്നുണ്ട് നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ ഈ അറബികള് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കവിതകളെ തിരഞ്ഞെടുത്ത് അത് സ്വർണത്തിന്റെ വെള്ളത്തിൽ എഴുതി, എവിടെ? കുബ്ബാത്തില് എഴുതി. ഇങ്ങനെ കുബ്ബാത്തിയിലാണ്, കുബ്ബാത്തി എന്ന് വെച്ചാൽ മൃഗത്തിന്റെ തോല് എന്നാണ്
അറിയപ്പെടുന്നത്. സുമ്മ ഉള്ളിക്കഹ ബിൽ കഅബ ഇഅജാബൻ ബിഹ. എന്താണ് അതിന്റെ അത്ഭുതം കൊണ്ട്, അതിന്റെ വല്ലാത്ത ആ ഒരു ആശ്ചര്യം കൊണ്ട് അതിനെ കഅബയില് കെട്ടിത്തൂക്കി ഇടാണ് ചെയ്തത്. ഇഷാദത്തൻ ബിദക്രിഹ. എന്താണ് അതിന്റെ ആ ഒരു ശക്തമായിട്ടുള്ള കവിതാ പറച്ചിലൊക്കെ. കത് ബക്കിയ ബാലഹ ഇലാ ഫതഹി മക്ക. മക്കം ഫതഹ് വരെ ഈ മുഅല്ലഖാത്തുകള് കഅബയുടെ ചുമരില് കെട്ടിത്തൂക്കിയിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. قد اختلف أسماء الشعراء في مجموعة المؤلفات بحسب روايات مختلفة. എന്താണ് ജാഹിലി കാലഘട്ടത്തില് ഇത് കെട്ടിത്തൂക്കിയിരുന്നോ, കഅബയില് കെട്ടിത്തൂക്കിയിരുന്നോ എന്ന ആ ഒരു അഭിപ്രായത്തിലും എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് ഉറപ്പുള്ള ഒരു കാര്യമല്ല. കത് അഷാദ ഇബ്നു അബ്ദുർ റബ്ബ വ ഇബ്നു റഷീഖ് വ ഇബ്നു ഖൽദൂൻ. ഇബ്നു അബ്ദുർ റബ്ബ, ഇബ്നു റഷീഖും ഇബ്നു ഖൽദൂനും ഒക്കെ കഅബയുടെ ചുമരില് കെട്ടിത്തൂക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നവരാണ്. അവരൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റില് ഉറച്ചു നിൽക്കുന്നവരാണ്. ഇനിയോ ചില ആളുകൾ അത് നിഷേധിക്കുന്നുണ്ട്. മിനൻ നാസിമായി എൻകൊറു തഅലീഖിഹ. അതിന്റെ എന്താണ് ആ ഒരു കെട്ടിത്തൂക്കലൊന്നും നടന്നിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതാരൊക്കെയാണ്? അബൂ ജഅഫർ അൻ നുഹാസ് അൽ മുതവഫ സന 338 ഹിജറ. വമിനൽ മുതഅഖിരീൻ അൽ മുസ്തശ്രിഖ്. ഒരു ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയുണ്ട്. അൽമാനി, ജർമ്മൻ ആയിട്ടുള്ള ഒരാള്. നോൾഡെക് എന്ന് പറയുന്ന ആളും ഒക്കെ ഈ ഒരു കഅബയുടെ ചുമരിലെ കെട്ടിത്തൂക്കി എന്ന് പറയുന്നതിന്റെ ആ ഒരു അഭിപ്രായം നിഷേധിക്കുന്ന ആളുകളാണ്. അഷ്ഹറു ശുഅറാഉൽ മുഅല്ലഖാത്ത് ഹും സലാസ. ഇനി മുഅല്ലഖാത്തുകളിലെ ആളുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ആളുകളാണ്. വഖദ് അജ്മഉ തഖരീബൻ അലാ തഫ്ളീലിഹിം. അവരുടെ ആ ഒരു എന്താണ് കഴിവൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ അസ്ഹാബുൽ മുഅല്ലഖയിലെ പെട്ടവരെ തന്നെ 3 പേര്, സലാസത്തുൽ മുഖദ്ദിമീൻ, മുന്നിട്ട് വന്ന 3 ആളുകൾ എന്ന പേരിൽ അഭിപ്രായപ്പെടുന്ന 3 പേരുണ്ട്. അതാരൊക്കെയാണ്? സലാസത്തുൽ മുഖദ്ദിമീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇംറിയുൽ ഖൈസ്, സുഹൈർ ഇബ്നു അബി സലമ, വനാബിഅത്തു സുബിയാനി. വഹും ബിഅതിബാരി റഅയിൻ നുഖാദി സലാസ ത്വബഖാത്തിനി. ജാഹിലി കാലഘട്ടത്തിലെ കവികളെ തന്നെ അവരുടെ കഴിവനുസരിച്ച് 3 ത്വബഖകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഇംറിയുൽ ഖൈസും സുഹൈറും നാബിഗയും. സെക്കൻഡ് ത്വബഖയിൽ അഥവാ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് അഇഷ, ലബീദ്, ത്വറഫയാണ്. പിന്നെ വരുന്നത് അൻദറ, ദുറൈദ് ഇബ്നു സമദ് വ ഉമയ്യത്ത് ഇബ്നു സ്വലത്ത്. ഇത്രയും ആളുകള് തേർഡ് ത്വബഖയിലും വരുന്നുണ്ട്. എന്താണ് നമ്മുടെ കാലത്തിന്റെ അടിസ്ഥാനത്തില് കവികളെ 4 ആക്കി തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ജാഹിലിയൂൻ, മുഹ്ലറമിയൂൻ, ഇസ്ലാമിയൂൻ, മുവല്ലിദൂൻ. ആരൊക്കെയാണ്? ജാഹിലിയൂൻ എന്ന് പറയുന്നത് ഖബ്ലൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിന് മുൻപ് ജീവിച്ചവരാണ്. വലം യഖൂലു ഫീഹി ഷൈഅൻ യുദ്കർ. പിന്നെ ഇനി മുഹ്ലറമിയൂൻ എന്ന് പറയുന്നതോ അവര് ഹുമുല്ലദീന ഇഷ്തഹറു ബിശ്ശിഅർ ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം. ജാഹിലി കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും പ്രശസ്തരായിട്ടുള്ള കവികളാണ് മുഹ്ലറമീൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇസ്ലാമിയൂൻ, ഇസ്ലാമിക കാലഘട്ടത്തിൽ ഉണ്ടായവര്. ഹുമുൻ നാഷിഊന ഫിൽ ഇസ്ലാം വൽ ബാഖൂന അലാ സലീഖതിഹിം ഫിൽ അറബിയ വഹും ശുഅറാഉ ബനി ഉമയ്യ. ഇസ്ലാമിക കാലഘട്ടത്തില് വളർന്നു വന്നവരാണ് അവരെന്താണ്? ബനി ഉമയ്യയുടെ കവികളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി മുവല്ലിദൂൻ എന്ന് പറഞ്ഞാലോ ഹുവല്ലദീന ഫസദത് ഫീഹിം മിൽകത്തുൽ ലിസാനി ഫഅലജൂഹാ ബിസ്സനാഅ വഹും ശുഅറാഉ ബനി അൽ അബ്ബാസ് ഔ ഉലിദത് മിൻ അഹദിൽ അബവൈനി ഗൈറ അജമി. അവരെന്താണ്? മുവല്ലിദു എന്ന് പറയുന്നത് ഹും ഫസദത് ഫീഹിം മൽകത്തുൽ ലിസാനി, അഥവാ പുതിയ കാലഘട്ടത്തിലെ കവികളെയാണ് മുവല്ലിദു എന്ന് പറയുന്നത്. അഥവാ ഉമവി പീരീഡ് കഴിഞ്ഞിട്ടുള്ള കവികളെയൊക്കെ മുവല്ലിദൂൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ജാഹിലി കാലഘട്ടത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിയാണ് ഇംറിയുൽ ഖൈസ്. ഇംറിയുൽ ഖൈസിന്റെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഹുവൽ
ഹുവൽ മലിക്കുൽ വലീദ് ദുൽ കറൂഹ് ജുൻദുഹ് ഇബ്നു ഹജർ അൽ കിന്ദി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അഥവാ മലിക്കുൽ വലീലും ദുൽഖറൂഹും ഒക്കെ അദ്ദേഹത്തിന്റെ ലഖബാണ്. ജുൻദുഹ് ഇബ്നു ഹജർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് വരുന്നത്. കിന്ദി ഒരു കിന്ദിയാണ്. അബൂഹു സലീം അൽ മുലൂക് മിൻ കിന്ദ വ മലിക്കു ബനി അസദ്. കിന്ദ ഗോത്രത്തിലെ തന്നെ രാജാക്കന്മാരിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് മലിക്കു ബനി അസദ്. ബനി അസദ് ഗോത്രത്തിന്റെയും അത്ഫാൻ ഗോത്രത്തിന്റെയും രാജാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ജുൻദുഹ് ഇബ്നു ഹജർ. ഉമ്മുഹു ഉഖ്തു കുലൈബ് വ മുഹൽഹൽ ഇബ്നു റബിയ. ഉമ്മുഹു ഉഖ്തു കുലൈബ് എന്താണ് അദ്ദേഹത്തിന്റെ ഇമ്രുൽ ഖൈസിന്റെ ഉമ്മ എന്ന് പറയുന്നത് കുലൈബിന്റെയും മുഹൽഹലിന്റെയും എന്താണ് സഹോദരിയാണ്. ഇബ്നൈ റബിയ നമ്മുടെ റബിയയുടെ മകളുമാണ്. നശഅത്തുൽ ഗവാത്തി യുആകിറു റാഹി വ യുഗാസിലു നിസാഇ വ യുഅശ്ശഖു ലഹ്വി യഖൂലു ശഅരി. എന്താണ് ഇദ്ദേഹം വളരുന്നത് എങ്ങനെയാണ്? അലഞ്ഞു തിരിഞ്ഞ ഒരു ജീവിതമാണ്, വളർച്ചയൊക്കെ അങ്ങനെ ഒരു യുവാക്കറ അറുത്തുകൊണ്ട് റാഹ വ യുഗാസിലു നിസായി സ്ത്രീകളുമായി ശൃംഗരിച്ച് ഒക്കെയുള്ള ഒരു ലഹുപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇദ്ദേഹത്തിൻ്റെത്. ത്വറദഹു അബൂഹു ഇദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്നും ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇമ്രുൽ ഖൈസിന്റെ പിതാവിന്റെ ഭാര്യമാരിൽ ഒരാളെ ശൃംഗരിച്ച് കവിത എഴുതുന്നതില് പിതാവ് ദേഷ്യപ്പെട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് കൊട്ടാരത്തിൽ നിന്നും ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. കാന അസ്ഗറു ഔലാദുഹു അദ്ദേഹത്തിന്റെ മക്കളില് ഇമ്രുൽ ഖൈസിന്റെ പിതാവിന്റെ മക്കളില് ഏറ്റവും ഇളയ സന്താനമായിരുന്നു ഇമ്രുൽ ഖൈസ്. ഹത്താ ബലദമൂൻ മിനൽ അർളിൽ യമൻ. അങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇദ്ദേഹം വീട് വിട്ടിറങ്ങി എന്നിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ലഹ്വിലൊക്കെ ആയിക്കൊണ്ട് ഇദ്ദേഹം നടന്നു. എവിടെ എത്തുന്നത് വരെ? യമനിലെ ദമൂനിൽ എത്തുന്നത് വരെ. ദമൂനിൽ എന്താണ്? ദമൂനിൽ എത്തുമ്പോ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണ വാർത്ത എത്തുകയാണ്. അല്ലെങ്കിൽ പിതാവ് കൊല്ലപ്പെട്ടു, പിതാവിനെ ആ ഗോത്രക്കാര് തന്നെ കൊന്നുകളഞ്ഞു എന്ന വാർത്ത എത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട് ഇമ്രുൽ ഖൈസിന്റെ. എന്റെ ചെറുപ്പകാലം എന്റെ പിതാവ് നശിപ്പിച്ചു. വഹമ്മിലിനി ദമ്മുഹു കബീറ വലുതായപ്പോൾ എന്താണ് എന്റെ മേലെ പ്രതികാരം എന്റെ തലയ്ക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്തു. ലാ സൊഹു അലിയാവും ഇന്നത്തെ ദിവസം എന്താണ് ശരിയാവില്ല. വലാ സുക്കറനോദൻ ഇനി നാളെ ആണെങ്കിലോ നാളെ മുതൽ ഇനി ലഹരിയുമില്ല. അൽ യൗമ ഹംറൻ ഇന്ന് മുഴുവൻ എന്നാൽ നാളെ മുതൽ ഇനി കാര്യം. വഗദൻ അമ്രൻ ദസമ അല അല യൗകുലു ലഹ്മൻ പിന്നെയോ അവിടെ വെച്ചിട്ട് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അന്നു മുതൽ ഇറച്ചിയൊന്നും കഴിക്കില്ല. വലാ യശ്റബു ഹംറൻ ഇനി കള്ളും കുടിക്കില്ല. വലാ യുദ്ഹിനു ബിദിഹ്നി ഹത്താ യഖ്തുലു മിൻ ബനി അസദ് തലയില് എണ്ണയും തേൽക്കില്ല. മിഅത്തൻ വയജുസു നവാസി മിഅ അതുപോലെ ബനി അസദിലെ 100 പേരെ ഇദ്ദേഹം കൊന്നുകളയും എന്നും അപ്പോൾ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇസ്തൻജദ അഹ്വാലുഹു ബക്കർ വതഗലബ് വസാറ ഇലാ ബനി അസദ് ഫൗഖഹ ബിഹിം അബു വതഖാദല അൻഹു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പിതൃവ്യന്മാരുടെ ഗോത്രമായ ബക്കർ തഗലബ് ഗോത്രങ്ങളിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ എന്തിനാ? പിതാവിന്റെ പ്രതികാര നടപടി എടുക്കാൻ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ ഒരാളും തന്നെ ഇദ്ദേഹത്തെ സഹായിക്കില്ല. തൊലബഹു മുന്തിർ ഇബ്നു മാ അസ്സമാ അൽ മുവജ്ജദ കാനത് ഫീ നഫ്സിഹി അലാ ഖൗമിഹി. അങ്ങനെ മുന്തിർ ഇബ്നു മാ എന്ന് പറയുന്ന ഒരാളിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്, ബനു അസദുകാരോട് ദേഷ്യമുള്ള. അങ്ങനെ ഒരുപാട് രാജാക്കന്മാരോട് സഹായം തേടുന്നൊക്കെയുണ്ട്. പക്ഷെ ആരും അങ്ങനെ സഹായിക്കില്ല ഇദ്ദേഹത്തിനെ. പിന്നീട് ഇദ്ദേഹത്തെ സഹായിക്കുന്നത് ആമിദഹു കിസ്റ അനൂഷർവാൻ രാജാവാണ്. ബിജൈഷി മിനൽ അസാവിറ ഫതഫറഖത് ജുമുഅഹു ഖൗഫൻ മിനൽ മുന്തിർ. പക്ഷെ പിന്നീട് എന്ത് ചെയ്യും? അനൂഷർവാൻ സഹായിക്കാം എന്ന് പറയുമെങ്കിലും മുന്തിറിനോടുള്ള ഭയത്താല് എന്ത് ചെയ്യും? ആ ഒരു സഹായം അദ്ദേഹം പിൻവലിക്കുകയും ചെയ്യും. പിന്നീട് ഇദ്ദേഹം ചെല്ലുന്നത് സമൗഅൽ എന്ന് പേരുള്ള ഒരാളിലേക്കാണ്. ലജഅ ഇല സമൗഅൽ.
لجأ إلى السموأل بن عادي اليهودي فاستودعه ذراعه وطلب منه كتابا إلى الحارث بن أبي شمر الغزاني ليوصله إلى قيصر. പിന്നീട് അദ്ദേഹം എന്താണ് സമൗഅൽ ഇബ്നു ആദിയൻ അൽ യഹൂദി എന്നവരിലേക്ക് അടുക്കുകയും അല്ലെങ്കിൽ അവരിലേക്ക് അഭയം തേടുകയും അങ്ങനെ അദ്ദേഹം എന്താണ് സമ്മതിക്കും, സഹായിക്കാൻ സമ്മതിക്കും. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഹാരിസ് ഇബ്നു അബി ഷമർ എന്ന ആളുടെ കയ്യിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്തുവിടും. ആരിലേക്ക് എത്താൻ? കൈസർ രാജാവിലേക്ക് എത്താൻ വേണ്ടി ഒരു മധ്യസ്ഥനായിട്ട് നിലകൊള്ളാൻ ആരുടെ അടുത്ത്? ഹാരിസ് ഇബ്നു അബി ഷമറിലേക്ക് ഒരു കത്തെഴുതി കൊടുത്തുവിടും. ഇമ്രിയുൽ കൈസിന്റെ കത്തെഴുതി ഹാരിസ് ഇബ്നു അബി ഷമറിലേക്ക് അയക്കും. അദ്ദേഹത്തിനോട് ഒരു മധ്യസ്ഥനായിട്ട് കൈസർ രാജാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. ലമ്മ ബല കൈസർ റൂം, അങ്ങനെ റോമിലെ കൈസർ രാജാവിന്റെ അടുത്തെത്തുകയും വഹുവ യൗമഇദിൻ ജസ്തിയാൻ അക്രമ വഫാദതുഹു ഫജഹസഹു ബിജൈഷിൻ സുമ്മ ബദാലഹു ഫആദഹു. അങ്ങനെ എന്താണ്, അന്നത്തെ കൈസർ ആരാണ്? റോമിലെ ജസ്റ്റീനിയനാണ്. അദ്ദേഹം സമ്മതിക്കും, അദ്ദേഹം സൈന്യമൊക്കെ ഒരുക്കി കൊടുക്കും. എന്നാലോ അവസാന സമയമാകുമ്പോഴേക്ക് അദ്ദേഹം എന്ത് ചെയ്യും? ആ സൈന്യത്തെ അങ്ങോട്ട് പിൻവലിച്ചു കളയും. യസ്അമുൽ മുഅർരിഖൂന ദഖല അത്തിമാഹുൽ അസദി അലാ കൈസർ ഫവശാ ബിഹി. എന്താണ്, ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, ത്വിമാഹുൽ അസദി എന്ന് പറയുന്ന ഒരാള് കൈസറിനോട് ഇമ്രിയുൽ കൈസിനെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ എന്ത് ചെയ്യും, ഈ കൈസർ രാജാവ് ഒരു പടയങ്കി സമ്മാനിക്കുന്നുണ്ട് ഇമ്രിയുൽ കൈസിന്. അത് എങ്ങനെയുള്ളതാണ്? വിഷം പുരട്ടിയ വസ്ത്രമാണ്. അങ്ങനെ ഫബാസ കൈസർ ബിഹല്ലത്തിൻ വശിയിൻ മസ്മൂമ വഖദ് ബലഗ അൻകറ മിൻ ബിലാദി റൂം. അങ്ങനെ റോമിലേക്ക് അദ്ദേഹം റോമിലെ അൻകറയിലെത്തും. ആ ഒരു പടയങ്കി ധരിച്ചുകൊണ്ട്, ആ വിഷം പുരട്ടിയ വസ്ത്രം ധരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ശരീരമാസകലം വ്രണം ബാധിച്ചുകൊണ്ട് പിന്നീട് മരണത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ദുൽ കറൂഹ് എന്ന് ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? ലഖബ് ലഭിക്കുന്നത്. കാലഫി സക്രത്തിൽ മൗത്ത്, അങ്ങനെ മരണസമയത്ത് ഇദ്ദേഹം പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് റുബ്ബ ജുഫ്നത്തിൻ മുസ്അൻജിറ വതുഅനത്തിൻ മുസ്ഹൻഫിറ വഖുതുബത്തിൻ മുഹ്ബിറ തബ്കാ ഗദൻ ബി അൻകറ. എന്നാണ്, എത്ര കണ്ണുകളാണ് കണ്ണുനീരാൽ നിറഞ്ഞത്, മഷിപുരട്ടിയ വാക്കുകൾ, എത്ര മഷിപുരട്ടിയ വാക്കുകളാണ് ഉണങ്ങിപ്പോയത്. പിന്നെയോ വഹുതുബത്തിൻ മുഹ്ബിറ, എത്ര പ്രസംഗങ്ങളാണ് തബ്കാ ഗദൻ ബി അൻകറ, നാളെ അൻകറയില് ബാക്കിയാകാൻ പോകുന്നത്. ഇദ്ദേഹം മരിക്കാൻ പോവാണ്, അപ്പോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മാട്ട വദുഫിന ബിജബിലി അസീബ് സന 560 അല്ലെങ്കിൽ 545. 545 ആണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. ഇതിൽ രണ്ടും ആണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും 545 മരിച്ചത് എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് അസീബ് പർവ്വതത്തിൽ, അതൊരു PYQ ആണ്, അസീബ് പർവ്വതത്തിലാണ് ഇദ്ദേഹത്തെ മറമാടുന്നത്. നജദിയൻ വ ഇൻകാന യമനിയൻ. ഇനി ഇദ്ദേഹത്തെ പറ്റി വന്നിട്ടുള്ള കുറച്ച് പ്രശസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് വന്നിട്ടുള്ള PYQകളാണ്. ഇത് മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നജദിയൻ വ ഇൻകാന യമനിയൻ, നജദി ആയിട്ടാണ് വളർന്നത് എങ്കിൽ പോലും അദ്ദേഹം ഒരു അസ്ല് കൊണ്ട് യമനി ആയിരുന്നു. അപ്പോൾ അത് ഓർത്തു വെക്കണം, അത് മാറിപ്പോവരുത്. യമനും നജദും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഫസ്റ്റ് നജദ് ആണ്, എന്നിട്ടാണ് യമൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ ഒന്ന് ഓർത്തു വെച്ചാലും മതി. നൂന് കഴിഞ്ഞിട്ടാണല്ലോ യാവ് വരുന്നത്. അപ്പോ നജദിയൻ വ ഇൻകാന യമനിയൻ. കാലഷിയറു അലാ ഹദാസത്തി സന, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇദ്ദേഹം എന്താണ്, കവിതകള് പാടി തുടങ്ങിയിരുന്നു. ഇന്നഹു അവ്വലു മൻ വഖഫ അലൽ അത്ലാൽ വബകിയ അല ദിയാർ വശബ്ബബൻ നിസാ. ആദ്യമായിട്ട് എന്താണ്, കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ നിന്നുകൊണ്ടൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ കവിത ചൊല്ലിയിട്ടുള്ള ആദ്യത്തെ ആളാണ്. അത് ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു പതിവായിരുന്നു. ഇത്തരത്തില് പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങളുടെ ഒക്കെ ഭാഗത്ത് വന്ന് നിന്ന് കവിത പറയല്. അപ്പൊ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇമ്രിയുൽ കൈസ് ആണ്. വശബ്ബബൻ നിസ, ആദ്യമായിട്ട് സ്ത്രീകളെ പറ്റി കവിത എഴുതിയതും ഇദ്ദേഹമാണ്. അവ്വലു മൻ അജാദ വസ്ഫുൽ ലൈലി വൽ ഖൈലി ലിദ്മാനി റുകൂബ വകസുറത്തി അസ്ഫാറ. എന്താണ്, ആദ്യമായിട്ട് രാത്രിയെ വിശേഷിപ്പിച്ച് കവിത എഴുതിയതും, പിന്നെ വൽ ഖൈല് കുതിരയെ പറ്റി, പിന്നെയോ ഇദ്മാനി റുകൂബ വകസുറത്തി അസ്ഫാറ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ
യാത്രാധിക്യം കൊണ്ടൊക്കെയാണ് അങ്ങനെ കുതിരയെ പറ്റിയൊക്കെ ഇദ്ദേഹം കവിത എഴുതാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. تجد في شعره صورة كاملة من حياته وخلقه ففيه عزة الملوك وتبدل السعلوك وعربدة الماجن وحمية السائر وشكوى الموتور. എന്താണ് ഇദ്ദേഹത്തിന്റെ കവിതകളിലൂടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെയും സ്വഭാവത്തിന്റെയും ഒരു പൂർണ്ണ ചിത്രം തന്നെ കിട്ടും. രാജാക്കന്മാരോടുള്ള പ്രതാപം, സമൂഹത്തിന്റെ എല്ലാ ലെവലിലുള്ള ആളുകളെ പറ്റിയുമൊക്കെ ഇദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. പിന്നെയോ ഹുവ ബി ഇജ്മാഇ അർറുവാത്ത് സഈമുൽ ജാഹിലീൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇദ്ദേഹത്തെ പറ്റി സഈമുൽ ജാഹിലീൻ എന്ന് പറഞ്ഞത്. അതിന്റെ മുകളില് അർബിദത്തുൽ മാജിൻ എന്നൊക്കെ പറഞ്ഞാല് ഭ്രാന്തൻ സ്വഭാവം എന്നൊക്കെയാണ്. വഹിമിയത്തു സായിർ പ്രതികാര നടപടി, വശക്കുവാൽ മൗത്തൂർ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ അത് ചെയ്യാൻ കഴിയാത്തതിന്റെ ആശങ്ക ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് അധികവും കാണാൻ കഴിയുന്നത്. മിൻ ഖൈരി മുഅല്ലഖതുഹു നല്ലമഹാ ഫി ഹാദിസത്തിൻ വഖഅത് ലഹു മഅ ഇബ്നതി അമ്മിഹി ഉനൈസ. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ ഏറ്റവും നല്ല വരികള്, നല്ല ഭാഗം എന്താണ്? ഇദ്ദേഹത്തിന്റെ പിതൃവ്യന്റെ മകളായ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആശികതായ ഉനൈസയുമായിട്ടുള്ള ഒരു കുറച്ച് ഇൻസിഡന്റ് കവിതയിൽ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല ഭാഗം എന്നാണ് പറയപ്പെടുന്നത്. ثم استطرد إلى وصف الليل ونعت الفرس وذكر المجون والسويد എന്നാണ്. പിന്നീട് കവിത നീങ്ങുന്നത് രാത്രിയെ വിശേഷിപ്പിക്കാനും കുതിരയെ വിശേഷിപ്പിക്കാനും അതുപോലെ തന്നെ എന്താണ് വദിക്റുൽ മജൂനി വസ്വൈദി ആ ഒരു വേട്ടയാടൽ അതിനെയൊക്കെ പറ്റിയാണ് പിന്നീട് കവിതകളിൽ പ്രതിപാദിക്കുന്ന വിഷയം. കാലഫി മത്ലായിഹ ഇതിന്റെ തുടക്കത്തില് ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബി വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദുഖൂലി ഫഹൗമലി. നമുക്ക് എല്ലാവർക്കും അറിയാം ലാമിയയാണ്, തൊവീല് ബൈത്തിലാണ് എന്നതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് സുഹൈർ ഇബ്ൻ അബി സുൽമയെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.